കോട്ടയത്തിൻ്റെ പുറത്തല്ല ഈ വിവാദമൊക്കെ ഉണ്ടാക്കുന്നത് ആരാന്ന് ഞങ്ങൾക്ക് വ്യക്തമായിട്ട് അറിയാം. ഞങ്ങളുടെ MLA ഞാൻ നേരത്തെ സൂചിപ്പിച്ചത്, ഞങ്ങളൊരു തീരുമാനമെടുത്താൽ മുഴുവൻ ആളുകൾ ഒരുമിച്ചുണ്ടാകും. ആത്മവിശ്വാസം കേരള കോൺഗ്രസിന് എമ്മിനുണ്ട്, നേതൃത്വമുണ്ട്, എനിക്കുമുണ്ട്. ഞാൻ പറഞ്ഞല്ലോ ഇപ്പോഴത്തെ രാഷ്ട്രീയ അന്തരീക്ഷം ഇപ്പം നമുക്കറിയാം. നമുക്ക് പാലക്കാടത്തെ കേസുണ്ട്, ശബരിമലയുടെ കേസുണ്ട്. അപ്പോൾ പുതിയൊരു കഥാനായകനെ കിട്ടണം, അപ്പം രാഷ്ട്രീയം തിരിച്ചുവിടണം, അതൊക്കെ കാണും. അത് ചർച്ചയ്ക്ക് വരുമോ ഇല്ലെന്ന് നിങ്ങളാ തീരുമാനിക്കേണ്ടത്. നിങ്ങളല്ല ചർച്ചയ്ക്ക് എടുക്കുന്നത്, ഞാനല്ലല്ലോ ചർച്ചയ്ക്ക് എടുക്കുന്നത്, മാധ്യമങ്ങളല്ല ചർച്ച എടുക്കുന്നത്. നിങ്ങളുടെ ഉത്തരവാദിത്തമല്ല. ഇനിയിപ്പോൾ അതിനെപ്പറ്റി വീണ്ടും ചർച്ച വേണ്ടല്ലോ. പ്രതിപക്ഷ നേതാവ് പറഞ്ഞത് പല വിസ്മയങ്ങളും കേരള രാഷ്ട്രീയത്തിൽ ഉണ്ടാകും എന്നാണ്. അങ്ങനെ പ്രതീക്ഷിക്കാം. അല്ല, അതിപ്പോൾ നിങ്ങൾ ആ വിസ്മയം എന്ന് പറഞ്ഞ കേരള കോൺഗ്രസുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾ എങ്ങനെയാണ് അത് കൂട്ടി വായിച്ചു? അത് ടോട്ടലേ ഈ പറയുന്ന ഏതൊക്കെയാ അല്ല, ഭിന്നശേഷി സംവരണവുമായി ബന്ധപ്പെട്ടുള്ള അധ്യാപക നിയമനവുമായി ബന്ധപ്പെട്ട് ഞാൻ ഒത്തിരി ഇടപെട്ടിട്ടുള്ള കാര്യമാണ്. അത് പരിഹരിക്കേണ്ടതാണ്. തീർച്ചയായും അത് ജനകീയ വിഷയമാണ്. അത് സുപ്രീം കോടതിയിൽ കൃത്യമായി കേരള സർക്കാർ അവിടെ അഫിഡവിറ്റ് കൊടുത്തിട്ടുണ്ട്. NSSന് ലഭിച്ച അതേ രീതിയിൽ ഈ പറയുന്ന നിയമനം മറ്റുള്ള സംഘടനയ്ക്കും സിമിലറായിട്ടുള്ള കോർപ്പറേറ്റ് മാനേജ്മെൻറ്റിനും കൊടുക്കണമെന്ന് അവിടെ അഫിഡവിറ്റ് വരെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അവിടെ കുറേ 100 പേര് ഇൻഡിവിജ്വലായിട്ട് അവിടെ SLP കൊടുത്തിട്ടുണ്ട്. ഇൻഡിവിജ്വലായിട്ട് കേസ് ഓരോരുത്തരും ഞങ്ങൾക്ക് ഇതുപോലെ തന്നെ തരണം എന്ന് പറയുമ്പോൾ കോടതിയുടെ ഒരു അഭിപ്രായം പറഞ്ഞു. കോടതി പറഞ്ഞു നിങ്ങൾക്ക് ഇതുപോലെയൊക്കെ ചെയ്യാം, പക്ഷേ കോടതിയെയും കൂടെ അറിയിച്ച് ഞങ്ങളുടെ അനുവാദത്തോടു കൂടി ചെയ്യണമെന്ന് പറഞ്ഞു. കോടതിയെ അറിയിച്ചു, അഫിഡവിറ്റ് കൊടുത്തു. പക്ഷേ ആ കേസ് കോൾ ഫോർവേഡ് ചെയ്ത് അഡ്വാൻസ് ചെയ്ത് നേരത്തെ തന്നെ അത് ഡിസ്പോസ് ചെയ്യേണ്ടതുണ്ട്. അത് അല്ലെങ്കിൽ കണ്ടംപ്റ്റ് ഓഫ് കോർട്ടാവും. അതാണ് നിയമപരമായിട്ടൊരു വിഷയമാണ്. പക്ഷേ അത് എത്രയും പെട്ടെന്ന് അത് ഫോളോ അപ്പ് ചെയ്യണം. ഇന്നലെയും ബഹുമാനായ ലോ മിനിസ്റ്റർ ശ്രീ ബഹുമാനപ്പെട്ട രാജീവ് മന്ത്രി എന്നെ വിളിച്ചു. ഇതുമായി ബന്ധപ്പെട്ട് ഈ പറയുന്ന ഫോളോ അപ്പ് ചെയ്തിട്ടുണ്ട് എന്ന് അദ്ദേഹം എന്നെ അറിയിക്കുകയും ചെയ്തു. ഇതൊക്കെ കൃത്യമായി ഇതിനകത്ത് ഞങ്ങൾ ഇതെല്ലാം ഫോളോ അപ്പ് ചെയ്യുന്നുണ്ട്. ഞാൻ പറഞ്ഞല്ലോ, കേരള കോൺഗ്രസ് എവിടെയുണ്ടോ നിർണായകമാണ്. അത് തീർച്ചയായിട്ടും ഭരണം അവിടെയുണ്ട് എന്നുള്ളത് വിശ്വസിക്കുന്നുണ്ടല്ലോ. അതെന്തിനാ അത് ഞങ്ങൾക്ക് ഇവിടെ ഭരണം കിട്ടുമെങ്കിൽ പിന്നെ എന്തിനാ UDFിലേക്ക് പോകുന്നത്? കൂടുതൽ സീറ്റുകളൊക്കെ ചോദിക്കുമോ? കൂടുതൽ സീറ്റ് അതെ. അപ്പോൾ കൂടുതൽ സീറ്റുകൾ എങ്ങനെയാണ്, എന്ത് വേണമെന്നൊക്കെ ഉള്ളത് ഞങ്ങൾ ഈ നാളത്തെ ചർച്ച ചെയ്യുമല്ലോ. അതിനകത്ത് ഞങ്ങൾ ആലോചിക്കും. അല്ല, ആ റിപ്പോർട്ട് ഈ പറഞ്ഞ റിപ്പോർട്ട് എടുത്തിട്ടുണ്ട്. നേരത്തെ ഇങ്ങനെ ഒരു സംവിധാനമൊന്നും വന്നില്ലല്ലോ. ഇപ്പോൾ ഇടതുപക്ഷമായിട്ടല്ല പല കാര്യങ്ങളും EWS 10% സംവരണത്തിൻ്റെ കാര്യത്തിൽ, വന്യമൃഗത്തിൻ്റെ ആ ഭേദഗതി ബില്ല് കേന്ദ്രത്തിൻ്റേതാണ്. പക്ഷേ നമുക്കത് എടുക്കാൻ കഴിഞ്ഞു, പട്ടയവുമായിട്ട് കൊടുക്കാൻ കഴിഞ്ഞു. അതുപോലെ തന്നെ മുനമ്പവുമായുള്ള വിഷയത്തിൽ ഇടപെടുവാൻ കഴിഞ്ഞു. ഇതൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ തീർച്ചയായിട്ടും ചില കാര്യങ്ങൾ അത് വേണ്ടതാണ്. അതിനകത്തുള്ള റിപ്പോർട്ട് എത്രയും പെട്ടെന്ന് വരും എന്ന് പ്രതീക്ഷിക്കുന്നു. അങ്ങനെ ഒരാൾ എന്തിനാ ഈ പറയുന്ന ഞങ്ങളെ കാണണമെന്ന് പറഞ്ഞ് അത് ഏതെങ്കിലും ഈ പറയുന്ന ദേശീയ തലത്തിലുള്ള ഒരു വിഷയമാണ് കാണും. ദേശീയ തലത്തിൽ ഉള്ള ഒരു വിഷയം SIRൻ്റെ വിഷയമാണ്. അവിടെ കാണുന്നത് ഞങ്ങൾ ഇന്ത്യ മുന്നണിയിലുള്ളതാണ്. കാണേണ്ടതാണ്, കാണും. അത് ഡിപ്പെൻസ് അപ്പോൺ ദി സബ്ജക്റ്റ്. നിങ്ങൾക്കുണ്ടോ സംശയം? നിങ്ങൾക്ക് സംശയമുണ്ടോ? ഏഷ്യാനെറ്റിന് സംശയമുണ്ടോ? അല്ലല്ല, നിങ്ങളുടെ ചർച്ച ഉണ്ടാക്കിയാൽ ചർച്ചയാവും, നിങ്ങളുടെ ചർച്ച ഉണ്ടാക്കിയാൽ ചർച്ചയാവില്ല. മാധ്യമയുടെ കയ്യിലല്ല ഇരിക്കുന്നത്. അതെ, അതുകൊണ്ട് നിങ്ങൾക്ക് സന്തോഷമുണ്ട്. അല്ല, അത് മാധ്യമങ്ങൾ പറഞ്ഞു ഞാൻ എവിടെ മത്സരിക്കണം. അപ്പൊ അങ്ങനെയാട്ടെ. അല്ല, അവരുടെ ഘടകകക്ഷിയല്ലേ. ഇപ്പോൾ കാണുന്നതിൻ്റെ കുഴപ്പം. അല്ല, നിലവിലുള്ള MLA മാരും
കഴിഞ്ഞ പ്രാവശ്യം മത്സരിച്ച സ്ഥാനാർത്ഥികളും ആരും മത്സരിക്കണമെന്ന് പാർട്ടി തീരുമാനിക്കും. പാർട്ടിയുടെ തീരുമാനം അനുസരിച്ച് മുന്നോട്ട് പോകും. അപ്പോൾ ഇനി ഒന്നുമില്ലല്ലോ. ഇനി വീണ്ടും സംശയമായിട്ട് വന്നേക്കരുത്. അത് ചോദിച്ചില്ലല്ലോ, ഞാൻ ഓർത്തിരിക്കുക. അപ്പോൾ നിങ്ങൾ ഈ പറയുന്ന അഭിപ്രായ വ്യത്യാസം ഉണ്ടാക്കാതിരുന്നാൽ മതി, ഒരു കുഴപ്പമില്ല. ഇന്ന് രാവിലെയും സംസാരിച്ച് ഇങ്ങനെ ഇരിക്കുന്നു. അദ്ദേഹം ഇവിടെ ഉണ്ട് താനും, കോട്ടയത്തുണ്ട് താനും. ഞങ്ങൾ എന്നും അങ്ങോട്ടും ഇങ്ങോട്ടും എന്തെങ്കിലും പുള്ളി സംസാരിക്കുന്ന മാധ്യമങ്ങളോട് സംസാരിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞിട്ട് തന്നെയാണ്. ഇതുകൂടെ വേണോ? ഏതെങ്കിലും കാര്യത്തിൽ കമൻറ്റുകൾ അദ്ദേഹം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ സംസാരിച്ചിട്ട് തന്നെയാണ്.